വാർത്തകൾ വിശദമായി. SSLC പരീക്ഷ അവസാനിച്ചു. ഇനി ഫലത്തിനായുള്ള കാത്തിരിപ്പ്. ഏപ്രിൽ 16-ന് മൂല്യനിർണ്ണയം ആരംഭിക്കും. അതേസമയം ഫലപ്രഖ്യാപനം വൈകിയേക്കും. City Gold and Diamonds, Kerala and Karnataka, the glow of purity. മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾക്കും പരീക്ഷയുടെ സമ്മർദ്ദങ്ങൾക്കും ഇനി അവധി. സംസ്ഥാനത്തെ സ്കൂളുകളിലെ SSLC പരീക്ഷ സമാപിച്ചു. പരീക്ഷാ ഹാളുകളിൽ നിന്നും ചിരിച്ചും കരഞ്ഞും പുറത്തേക്കിറങ്ങിയ വിദ്യാർത്ഥികളുടെ വൈകാരികമായ കാഴ്ചകളാണ് സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ ദൃശ്യമായത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ പിരിയുന്നതിൻ്റെ വിഷമമാണ് ഒരു വശത്തെങ്കിൽ, പരീക്ഷാ പഠനം കഴിഞ്ഞ് ഇനി വരുവാനിരിക്കുന്ന 2 മാസത്തെ അവധിക്കാലം ആഘോഷമാക്കുവാനുള്ള ആവേശത്തിലാണ് മറ്റു ചിലർ. പരസ്പരം ഷർട്ടുകളിൽ ചായങ്ങൾ വിതറിയും ഹൃദയസ്പർശിയായ വരികൾ ഓട്ടോഗ്രാഫുകളിൽ കുറിച്ചും വിദ്യാർത്ഥികൾ പരസ്പരം യാത്ര പറഞ്ഞു. പതിവ് രീതികൾക്ക് പുതിയ യുഗത്തിലും മാറ്റമില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു പല വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള കാഴ്ചകൾ. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദൃശ്യങ്ങൾ കാണാം. സംസ്ഥാനത്ത് SSLC പരീക്ഷ സമാപിച്ചിരിക്കുകയാണ്. മാർച്ച് 5 മുതൽ ആരംഭിച്ച പരീക്ഷയിൽ ഏകദേശം 4.5 ലക്ഷത്തോളം കുട്ടികളാണ് പങ്കെടുത്തത്. എന്തായാലും ഈ പരീക്ഷാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി കുട്ടികൾ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. SSLC പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ അനുഭവങ്ങൾ? എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണ പരീക്ഷ? കുഴപ്പമൊന്നും ഉണ്ടായിട്ട, നല്ല എക്സാം ആയിരുന്നു. ചില എക്സാംസ് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുട്ടികളെ, നിങ്ങൾ കൂട്ടുകാരെയൊക്കെ വേർപിരിയുന്ന ഒരു സാഹചര്യമാണല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? സങ്കടമുണ്ട്. കുറച്ച് പേരെ പിന്നെയും ഇനിയും കാണുന്നു തോന്നുന്നു. വിഷമമാണ്. എങ്ങനെയുണ്ടായിരുന്നു പൊതുവെ പരീക്ഷകളെ? മുമ്പത്തുള്ള ടേമിനേക്കാളും SSLC ലാസ്റ്റ് എക്സാം എളുപ്പമായിരുന്നു. കുറച്ചുകൂടെ ചെറിയ 2 സബ്ജക്റ്റ് മാത്രം ടഫ് ഉണ്ടായിരുന്നു. കൂട്ടുകാരെല്ലാം ഇനിയിപ്പോൾ കാണാൻ വിഷമമുണ്ട്. ഇനി എല്ലാവരും ഒരു ക്ലാസ്സിൽ ഇനി ഉണ്ടാവില്ല, അങ്ങനെ ഓരോ യൂണിഫോമിൽ ഉണ്ടാവില്ല. അതിൽ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. വീട് അടുത്തടുത്താണെന്നുള്ളത്. എന്തായിരുന്നു പരീക്ഷ? എങ്ങനെ ഉണ്ടായിരുന്നു? ചില എക്സാം എല്ലാം കുഴപ്പമില്ല, ഈസി ആയിരുന്നു. അത്ര ടഫില്ല, മുമ്പത്തിനാട്ടി കുറച്ച് ഈസി ആയിട്ട് തോന്നി. ഇനിയിപ്പോൾ അവധിക്കാലത്തിലേക്ക് പോവുകയാണല്ലോ, അപ്പോൾ ഇനി കൂട്ടുകാരെ കാണുവാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ എന്താണ് പറയാനുള്ളത്? വിഷമമുണ്ട്. ഇവരുടെ വിട്ടു പിരിന്നതിന് വീട് അടുത്തടുത്തായതുകൊണ്ട് പോയി കാണും. അങ്ങോട്ട് പൊതുവെ എങ്ങനെ പരീക്ഷകളെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? ചിലതൊക്കെ ചിലത് ഇച്ചിരി ടഫ് ഉണ്ടായിരുന്നു, 2-3 സബ്ജക്റ്റ്. അങ്ങനെ പ്രതീക്ഷകൾ എങ്ങനെയാണ് ഇത്തവണ പരീക്ഷയിൽ? കിട്ടും തന്നെയാണ്, ഫുൾ A+ കിട്ടും തന്നെയാണ് പ്രതീക്ഷ. ടഫായെങ്കിലും നമ്മളെല്ലാം എഴുതിയിട്ടുണ്ട്, പ്രതീക്ഷയുണ്ട് ഫുൾ A+. എന്നാലും വലിയൊരു അവധിക്കാലം വരുവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്? ദിവസങ്ങൾ നമ്മൾ പുറത്തൊക്കെ പോവുക, അങ്ങനെ കൂട്ടുകാരെ പറ്റുമെങ്കിൽ വീട്ടിൽ പോയി കാണും, അങ്ങനെയൊക്കെ. അധ്യാപകരെല്ലാം മിസ് ചെയ്യില്ല, അവരോട് എന്താണ് പറയാനുള്ളത്? ആദ്യം ഈ സ്കൂളിൽ ചേർന്നതിൽ റിഗ്രറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ടീച്ചേഴ്സായിട്ട് പിന്നെ കമ്പനി ആയപ്പോൾ നല്ല ടീച്ചേഴ്സ്, പിന്നെ ഇവരെ വിട്ടുപോകാനായിട്ട് തോന്നിയില്ല. കൂട്ടുകാരോട് എന്താണ് പറയാനുള്ളത്? കൂട്ടുകാരോട് ഇനിയും കാണാം. അടുത്ത സ്കൂളിൽ ഇനി +1 ചേരുമ്പോൾ അവിടെ ഉണ്ടാവുമെങ്കിൽ അവിടെ നമുക്ക് ഒരുമിച്ച് പിന്നെ നിൽക്കാം. എന്തായാലും പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആത്മവിശ്വാസത്തിലാണ് കുട്ടികളുള്ളത്. പരീക്ഷയുടെ സമ്മർദ്ദം അവസാനിച്ചുവെങ്കിലും ഇനി കൂട്ടുകാരെ കാണുവാൻ വേണ്ടി സാധിക്കില്ല എന്നൊരു വിഷമം ഇവർക്കുണ്ട്. ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്.